UDF കാലത്തെ പോലീസ് അതിക്രമങ്ങൾ ഉയർത്തിയുള്ള മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ വിമർശനത്തിന് മറുപടിയുമായി ഇന്ന് ഒരാളെത്തി. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന AK ആന്റണി. ശിവഗിരി മുത്തങ്ങ സംഭവങ്ങളിൽ ദുഃഖമുണ്ടെന്നും ശിവഗിരിയിലെ നടപടി കോടതി നിർദ്ദേശപ്രകാരമായിരുന്നുവെന്നും AK ആന്റണി പറഞ്ഞു. ശിവഗിരി കമ്മീഷൻ റിപ്പോർട്ടും മുത്തങ്ങയിലെ CBI റിപ്പോർട്ടും പുറത്തുവിടണമെന്നാണ് AK ആന്റണി ഇന്ന് പിണറായി സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. മുത്തങ്ങ സംഭവത്തെ കുറിച്ച്, പോലീസ് ആക്ഷനെ കുറിച്ച്, ആദിവാസി സമരത്തിന് പിന്നിലുള്ള സംഭവങ്ങളെക്കുറിച്ച് CBI അന്വേഷിച്ചതിന് ശേഷം കിട്ടിയ റിപ്പോർട്ട് എന്താണ്? അതിലാരെയാണ് കുറ്റപ്പെടുത്തത്? ആർക്കെതിരെയാണ് നടപടി ആവശ്യപ്പെടുന്നത്? ആ റിപ്പോർട്ടും ഈ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. ആ റിപ്പോർട്ടും പ്രസിദ്ധീകരിക്കുക. നയനാർ നിയമിച്ച ഭാസ്കരൻ നമ്പ്യാർ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവിടണം. എൻ്റെ കാലത്ത് ഉണ്ടായ CBI എൻക്വയറി വിശദാംശങ്ങൾ ജനസമക്ഷം നൽകണം. 21 വർഷമായി ഇങ്ങനെ പാളിക്കൊണ്ടിരിക്കുകയാണ്. ഹരിമോഹനാണ് നമുക്കൊപ്പം ചേരുന്നത്. ഹരിമോഹൻ, ഗുഡ് ഈവനിങ്. സർക്കാരിന് AK ആന്റണി വന്ന് മറുപടി കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇന്നലെ സഭയിൽ പ്രതിപക്ഷം നിരായുധരായി നിൽക്കുന്ന ഒരു വേള അത് കണ്ടിട്ടുണ്ടാവും AK ആന്റണി എന്ന് വേണ്ട ഇന്നത്തെ അദ്ദേഹത്തിന്റെ മറുപടിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഉയർത്തുന്ന ചോദ്യങ്ങൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? സുജയ, ഒരു പതിറ്റാണ്ട് കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും മുൻ മുഖ്യമന്ത്രിയുമായ AK ആന്റണി ഒറ്റയ്ക്കൊരു രാഷ്ട്രീയ വാർത്താ സമ്മേളനം ഇന്ന് വിളിച്ചു ചേർത്തത്. അതിന് പ്രകോപനമായത് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടിയായിക്കൊണ്ട് ഈ K കരുണാകരൻ സർക്കാരിന്റെ കാലത്തെയും AK ആന്റണി സർക്കാരിന്റെ കാലത്തെയും പോലീസ് അതിക്രമങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിച്ചു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി AK ആന്റണി സർക്കാരിന്റെ കാലത്തുണ്ടായ ശിവഗിരി പോലീസ് അതിക്രമവും മുത്തങ്ങ വെടിവെപ്പുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉയർത്തിയത്. ഇതിന് രണ്ടിനും മറുപടിയാണ് അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഉടനീളം പറഞ്ഞതും. രണ്ട് പ്രധാന കാര്യങ്ങളാണ് അദ്ദേഹം സർക്കാരിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഒന്ന്, ശിവഗിരി പോലീസ് അതിക്രമത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി EK നായനാർ സർക്കാർ കൊണ്ടുവന്ന ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പ്യാർ കമ്മീഷൻ, ആ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് പുറത്തുവിടണം. ഒന്ന്. രണ്ട്, മുത്തങ്ങ വെടിവെപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBI അന്വേഷണം നടത്തിക്കൊണ്ട് സമർപ്പിച്ച റിപ്പോർട്ട് പുറത്തുവിടണം. ഈ രണ്ട് റിപ്പോർട്ടുകളും പുറത്തുവിടാൻ പിണറായി സർക്കാർ തയ്യാറാവണം. അത് ജനങ്ങൾ ആ റിപ്പോർട്ട് പഠിക്കട്ടെ എന്നുള്ളതാണ് AK ആന്റണി മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അദ്ദേഹത്തോട് ഈ റിപ്പോർട്ട് എന്തുകൊണ്ട് UDF സർക്കാരിന്റെ കാലത്ത് പുറത്തുവിട്ടില്ല, അതിനുശേഷം ഉമ്മൻചാണ്ടി സർക്കാർ വന്നു, ആ സർക്കാർ എന്തുകൊണ്ട് പുറത്തുവിട്ടില്ല എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമായി മറുപടി നൽകിയില്ലെങ്കിൽ പോലും പിണറായി സർക്കാരിന് മുന്നിൽ വെച്ചിരിക്കുന്ന ഈ രണ്ട് ഡിമാൻഡുകളും അംഗീകരിക്കപ്പെടുമോ എന്നുള്ളതാണ് ഇനി വരും ദിവസങ്ങളിൽ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. സുജയ, ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. ഹരിമോഹനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.